ഉടനെ അദ്ദേഹം പറഞ്ഞു, അബൂ അബ്ദില്ലാ, നിങ്ങൾ എന്തേ സലാം മടക്കാത്തത്? ഞാൻ തെറ്റ് ചെയ്യുന്ന ആളായതുകൊണ്ടല്ലേ? ഞാൻ തെമ്മാടിയായി ജീവിച്ചത് കൊണ്ടല്ലേ? ഞാൻ ഒരു സ്വപ്നം കണ്ട ശേഷം പിന്നെ ഞാൻ തെറ്റിൽ നിന്ന് മുഴുവനും മാറിപ്പോയി. ഒരു സ്വപ്നം കണ്ട ശേഷം പിന്നെ ഞാൻ തെറ്റിനോട് വെറുത്തുപോയി. ഉടനെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, എന്താ മോനെ നീ കണ്ടത്? ഉടനെ പറയുകയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. കഅന്നഹു അലാ ഉൽബിൻ മിനൽ അർദി, ഉയർന്ന ഒരു സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നത്. വനാസുൻ കസീർ, ഒരുപാട് ജനങ്ങൾ താഴെ ഇരിക്കുന്നുണ്ട്. ഫയഖൂമു റജുലുൻ മിൻഹും ഇലൈഹി, ഓരോരുത്തരായി എഴുന്നേറ്റ് പോയി സലാം പറയുന്നുണ്ട്. എന്നിട്ട് ദുആരക്കാൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹത്താ ലം യബ്ഖ മിനൽ ഖൗമി ഗൈരി, ഞാനല്ലാത്ത എല്ലാവരും റസൂലുള്ളാഹി തങ്ങളോട് ദുആരക്കാൻ പറഞ്ഞു. ഫഅറത്തു അൻ നഖൂം, ഞാൻ എഴുന്നേൽക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഫസ്തഹിയൈതു മിൻ ഖബീഹി മാ കുന്തു അലൈഹി, ഞാനെങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തും? ഞാനെങ്ങനെ ഹബീബിന്റെ കൈ പിടിക്കും? ഞാനെങ്ങനെ ഹബീബിനോട് ദുആരക്കാൻ പറയും? ഞാൻ തെമ്മാടിയല്ലേ? ഞാൻ തെറ്റു ചെയ്തവനല്ലേ? ഞാൻ മോശക്കാരനല്ലേ? ഞാൻ നീചനല്ലേ? ഞാൻ നിന്ദ്യനല്ലേ എന്ന എന്റെ മോശത്തരം ഞാനങ്ങ് ചിന്തിച്ചു. ഫഖാലലീ, അപ്പോൾ ചോദിച്ചു, യാ ഫുലാൻ ലിമ ലാ തഖൂമു ഇലയ്യ ഫതസ്അലുനി അദ്ഉ ലക, എന്തേ മോനെ നീ എഴുന്നേറ്റ് വന്ന് എന്നോട് സലാം പറഞ്ഞു ദുആർക്കാൻ പറയാത്തത്? ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു, ഹബീബായ തങ്ങളെ, യഖ്തഉനിൽ ഹയാഉ ലിഖബീഹി മാ അന അലൈഹി, എനിക്ക് നാണം തോന്നുന്നു നബിയേ, ഞാൻ മോശക്കാരനാണ്, എനിക്ക് നാണം തോന്നുന്നു. ഉടനെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, നിനക്കങ്ങനെ നാണമുണ്ടെങ്കിൽ ഫഖും ഫസല്ലി ഫഇന്നക ലാ തസുബ്ബു അഹദൻ മിൻ അസ്ഹാബി, നിനക്കങ്ങനെ ഒരു നല്ല ഖൽബുണ്ടല്ലോ, നല്ല ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സുള്ളത് കൊണ്ട് തന്നെ നിനക്ക് എഴുന്നേറ്റ് വരാം. എന്റെ ഒരു സഹാബിയും നിങ്ങൾ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ 2 വാങ്ങ് കൊണ്ടുവന്നു, അത് ശരിയായില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായ നബി തങ്ങളോട് സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞു, അതിനെ നിങ്ങൾ എതിർത്തിട്ടില്ലല്ലോ. തറാവീഹ് 20 റക്അത്ത് ജമാഅത്തായി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നടപ്പിലാക്കി, അത് കരിഞ്ചന്തയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു സ്വഹാബിയും നിങ്ങൾ വൃത്തികേടായി കണ്ടിട്ടില്ല, തെറ്റു ചെയ്യുന്നവരായി നിങ്ങൾ ചിത്രീകരിച്ചിട്ടില്ല, ദീനിൽ അതിക്രമം ചെയ്തവരായി നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് വരൂ, ഫഖുംതു ഫദഅലി, ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ദുആ ചെയ്തു തന്നു. ഫന്തബഹതു, അപ്പോൾ തന്നെ ഞാൻ ഞെട്ടി ഉണർന്നു. വഖദ് ബഗ്ഗലല്ലാഹു ഇലയ്യ മാ കുന്തു അലൈഹി, ആ സെക്കൻഡ് മുതൽ ഞാൻ ചെയ്ത തെറ്റുകളോട് മുഴുവനും എനിക്ക് ദേഷ്യമായി. ഞാനിപ്പോ നല്ലവനാണ്, അഥവാ ഞാൻ ചെയ്ത തെറ്റിൽ നിന്ന് മാറിയവനാണ്. ചെറുപ്പക്കാരെ, ഇത് തൗബയുടെ സദസ്സാണ്, നന്നാകാനുള്ള മജ്ലിസാണ്. പക്ഷേ എനിക്കൊരു കൊതിയുണ്ട്, നിങ്ങൾക്കും അതുള്ളവരാണ്. ഈ ദുനിയാവിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പ് ഹബീബായ നബി തങ്ങളെ ഒരുപാട് തവണയൊന്ന് മനാമിൽ കണ്ടിട്ട് അവസാനം
അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ടൊന്ന് മരിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് ഭാഗ്യം തരണേ റബ്ബേ. ആ ഹബീബായ നബി തങ്ങളെ ഒന്ന് കാണാൻ പറ്റുന്ന ജീവിതമാക്കി നീ തരണം റബ്ബേ. ഹബീബായ നബി തങ്ങളെ ഒരുപാട് തവണ കണ്ടിട്ട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഒരു പരിചയം വേണം. ഉമ്മാ വേണ്ടേ, പെങ്ങളെ വേണ്ടേ, ഹബീബിനോട് വേണ്ടേ ഒരു ഇഷ്ക്. അല്ലാ ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണം. പിന്നെ ഞാനൊന്ന് ആലോചിച്ചു, ഞാൻ എത്ര മോശക്കാരനാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ വഫാത്താകുമ്പോൾ മദീനത്ത് കൊണ്ടുപോയി നബി തങ്ങളും സാഹിബൈനെയും കിടക്കുന്നിടത്തൊരു 4ാമത്തെ ഖബർ കുഴിച്ചിട്ട് കിടത്തട്ടെ എന്ന് ചോദിച്ചു. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എനിക്ക് നാണമാകുന്നു, റസൂലുള്ളാഹിന്റെ അടുക്കൽ കിടക്കാൻ എനിക്ക് അർഹതയില്ല. അങ്ങനെ വരുമ്പോ ഞാൻ എന്ത് മോശക്കാരനാണ്, നമ്മൾ എത്ര മോശക്കാരാണ്. പിന്നെയും ഞാനൊന്ന് ആലോചിച്ചു, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഹബീബിന്റെ അടുക്കൽ ഞാൻ എങ്ങനെ എത്താനാണ്? തൊട്ടടുക്കൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളും മാറൂലല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ ഒരു സെക്യൂരിറ്റിയെ പോലെ നിൽക്കാൻ നോക്കിയാൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും മാറിത്തരില്ല. എന്നാ ഹബീബായ നബി തങ്ങൾക്ക് ഒരു കോപ്പ വെള്ളം കൊണ്ട് കൊടുത്തോട്ടെ, റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി തങ്ങൾ മാറിത്തരില്ല. ഹബീബിന്റെ മിസ്വാക്ക് ഞാനൊന്ന് എടുത്തു കൊടുത്തോട്ടെ, ചെരുപ്പ് ഞാനൊന്ന് കൊണ്ടുവച്ചു കൊടുത്തോട്ടെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ മാറിത്തരില്ല. ഞാനൊന്ന് ചാരത്ത് പോയി അവിടുത്തെ വർത്തമാനം ഒന്ന് കേട്ടോട്ടെ, അബൂ ഹുറൈറ തങ്ങൾ മാറിത്തരില്ല. അങ്ങനെ ഹബീബ് തങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ ഞാനൊന്ന് നിന്നോട്ടെ, ബിലാൽ ഇബ്നു റബാഹ് തങ്ങളും മാറിത്തരില്ല. അങ്ങനെ ആലോചിക്കുമ്പോ എനിക്ക് ആ 7 അയലത്ത് പോലും ചെല്ലാൻ ഒരവകാശവുമില്ല, നമുക്കൊരർഹതയുമില്ല. എന്നാൽ പിന്നെ കൊതിക്കാനൊന്നേ ഉള്ളൂ, അള്ളാന്റെ ഹബീബ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങളെ ഒന്ന് കിടത്തി തന്നാൽ, ഹബീബായ നബി തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിന്റെ വഴിയിൽ കിടക്കുന്ന ഒരനിയായിയെ പുറങ്കാലുകൊണ്ട് തട്ടൂല, കാലുകൊണ്ട് മുന്നോട്ട് തട്ടും. നബി തങ്ങൾ തട്ടിയത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പിന്നോട്ട് തട്ടൂല, അവിടുന്ന് മുന്നോട്ട് തട്ടും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പിന്നോട്ട് തട്ടൂല. അങ്ങനെ എല്ലാവരും തട്ടിത്തട്ടി ഉമറുൽ ഖാളി തങ്ങളും മമ്പുറന്തങ്ങളും കുണ്ടൂരുസ്താദും അതുപോലെയുള്ള ആശിഖീങ്ങൾ മുഹിബ്ബീങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് കടക്കുമ്പോഴെങ്കിലും സാധുക്കളായ ഞങ്ങൾ അവരുടെ കാൽപന്ത് പോലെ തട്ടിയെങ്കിലും ഒന്ന് അതിന്റെ ഉള്ളിൽ കടത്തിത്തരണം റഹ്മാനേ. ആ മഹാന്മാരുടെ കൂടെ ചേർന്നൊന്ന് കടക്കാൻ, മഹാന്മാര് കടക്കുമ്പോൾ അവരുടെ കൂടെ അതാ അവരുടെ സേവകന്മാര് കടക്കുന്നത് പോലെ ഞങ്ങൾക്കൊരു അവസരം നൽകണം അല്ലാഹ്. ബഹുമാനപ്പെട്ട മുജദ്ദിദായ 1-ാം നൂറ്റാണ്ടിന്റെ ഇമാമായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ പറഞ്ഞ ഈ സദസ്സിൽ ഹബീബിലേക്ക് ഞങ്ങളെ ഒന്ന് ചേർത്തു തരണം റഹ്മാനേ. ഈ മജ്ലിസിൽ ഹബീബായ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് നിൽക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, സ്വലാത്ത് ചൊല്ലുന്നവർ എല്ലാവർക്കും നീ ഔദാര്യം കൊണ്ട് അത് നൽകണേ റഹ്മാനേ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം